നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളെയും വിറപ്പിച്ച പ്രകടനം നടത്തിയെങ്കിലും PV അൻവറിന്റെ UDF പ്രവേശനം അനിശ്ചിതത്വത്തിലാണ്. നിലമ്പൂരിൽ UDFനെ വെല്ലുവിളിക്കുകയും പ്രതിപക്ഷ നേതാവിനെ അടക്കം ആക്ഷേപിക്കുകയും ചെയ്ത അൻവറിന് വേഗത്തിൽ വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് നേതൃത്വം. എന്നാൽ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം തുടരും എന്നതിന്റെ സൂചനകളാണ് ലീഗ് നേതാക്കൾ നൽകുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ട് മുതൽ ഇരുമുന്നണികളെയും വിറപ്പിച്ച അൻവർ ശക്തി തെളിയിച്ചുവെങ്കിലും UDFന്റെ ഭാഗമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആര്യടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പിൽ UDFുമായി തെറ്റി മത്സരത്തിനിറങ്ങിയ അൻവർ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും അൻവറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവഗണിക്കുകയാണ് സതീശൻ. മുന്നണി സംവിധാനത്തിന് പുറത്തു നിർത്തിയുള്ള സഹകരണം വേണമെങ്കിൽ പോലും നിരവധികം UDFന്റെ പിന്തുണ പ്രഖ്യാപിച്ച് അൻവർ വരട്ടെ എന്നതാണ് സതീശന്റെ നിലപാട്. ഞാൻ പറഞ്ഞില്ല, നോ കമന്റ്സ് എന്ന് പറഞ്ഞാൽ നോ കമന്റ്സ് ആണ്. വിഷയത്തിൽ UDF നേതാക്കൾ തീരുമാനമെടുക്കട്ടെ എന്ന ആര്യടൻ ഷൗക്കത്തിന്റെ പ്രതികരണം അൻവർ ഒപ്പം വരുന്നതിൽ പ്രശ്നമില്ല എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. ഞാനല്ല അൻവറിനെ എടുക്കുന്നത്, ഞാനല്ല അൻവറിനെ എടുക്കണ്ട എന്ന് പറയുന്നത്, അത് തീരുമാനം എൻ്റെ നേതൃത്വമാണ്, UDF നേതൃത്വം. അതേസമയം നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ഉണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. അൻവറിനെ ഒപ്പം കൂട്ടിയാൽ നിലമ്പൂരിന് പുറമെ മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി ഗുണം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ്. അതിനാൽ UDFൽ വിഷയം ഉന്നയിച്ച് അൻവറിനെ ഒപ്പം നിർത്താനുള്ള ശ്രമമാകും ലീഗ് നടത്തുക. അൻവർ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് അവിടെ. അദ്ദേഹം പിടിച്ച 18,000 വോട്ടിലധികം വരുന്ന വോട്ടുകൾ ഞങ്ങൾ നിസ്സാരമായി കാണുന്നില്ല. 18,000 ആളുകൾ അവിടെ അൻവറിന് വോട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ VD സതീശനോടുള്ള നിലപാട് മയപ്പെടുത്തിയ അൻവർ ജാഗ്രതയോടെയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ന്യൂസ് മലയാളം, നിലമ്പൂർ.